സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഫുഡ് ട്രെയിലിംഗ് വീഡിയോ ആണ്. ഞാൻ ഇന്ന് ഫുഡ് ട്രെയിലിംഗ് നടത്താനായിട്ട് ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വരൂ, വാ നമുക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് ട്രെയിൽ നോക്കാനായിട്ട് നെയ്മത്തുള്ള അൽസാജ് കൺവെൻഷൻ സെൻറ്ററിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി അകത്തോട്ട് കയറി നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നതും പിന്നെ അവിടുത്തെ ലൈറ്റ് ഡിസൈൻ എല്ലാം നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായി കാണൂല ഞാൻ ഈ ഫുഡ് ട്രെയിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസിൽ എന്തെങ്കിലും ഒരു ഇവൻ്റ് ഉണ്ടായിരിക്കും. ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാല് കാച്ച അല്ലെങ്കിൽ ഒരു ചെറിയ ബർത്ത്ഡേ ഫങ്ഷൻസ് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഈ ഫങ്ഷൻസിൽ ഒട്ടുമിക്ക ആൾക്കാരും ഈ നമ്മുടെ ഫുഡ് അറേഞ്ച് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള രീതിയിലായിരിക്കില്ല. അപ്പം ആ ഫുഡ് അറേഞ്ച്മെൻറ്റ്സും പിന്നെ അതും പോയിട്ട് എങ്ങനെ ഫുഡൊന്ന് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. ഫസ്റ്റ് നമ്മൾ വന്ന് കയറിയ ഉടനെ നമുക്ക് വെൽക്കം ഡ്രിങ്കാണ് തന്നത്. അതിനുശേഷം സ്റ്റാർട്ടർ ഐറ്റം 1-2 ഐറ്റം ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ അതും പോയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ടീ കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറി. ഇതാണ് ഇവിടുത്തെ അൽസാജിൻ്റെ വലിയ ഒരു ഹാള് വരുന്നത്. ഫുഡിൻ്റെ കൗണ്ടേഴ്സ് എല്ലാം അവർ സെപ്പറേറ്റ് ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ വെജിൻ്റെ സെക്ഷൻ മാത്രം സെപ്പറേറ്റ് ഒരു ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. പയ്യനും പെണ്ണും ഇരിക്കുന്ന ഭാഗത്തോട്ടുള്ള ഡെക്കറേഷൻ വർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ് അടുത്ത് പോയത്. ഒറിജിനൽ പൂ പോലെ തോന്നിക്കുന്ന കുറച്ച് പൂവൊക്കെ വെച്ചിട്ടായിരുന്നു ഡെക്കറേഷൻ ചെയ്തത്. പക്ഷേ ഇത് ഫുള്ളും പ്ലാസ്റ്റിക്കാണ്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടെ, ഇത് ഒറിജിനലല്ല, പ്ലാസ്റ്റിക്കാണ്. പിന്നെ ബാക്കി ഇങ്ങനെയാണ് ഈ ചെയർ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ വന്ന കാര്യത്തിലോട്ട് കടക്കാം. ഫുഡ് ട്രെയിലിംഗ്, അതാണ് നമ്മൾ വന്ന കാര്യം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല. ഇവിടെ ഫുഡ് കഴിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ സ്വയം വിലയിരുത്തിയിട്ട് നമ്മുടെ വീട്ടിലെ ഫംഗ്ഷന് ഇവരെ ഒന്ന് റെഫർ ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ ഇവരെ കേറ്ററിങ്ങിനെ ആണെങ്കിലും ഇവരെ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ആണെങ്കിലും നമ്മൾ റെഫർ ചെയ്യുന്നു. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും സ്വന്തം വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഇതുപോലെ ഫുഡ് ട്രെയിൽ നടത്താതെയാണ് ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളും. ഇപ്പം തൊട്ടടുത്തുള്ള ഏതെങ്കിലും കേറ്ററിങ്ങിനെ ആണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഇവൻറ്റ് മാനേജ്മെൻറ്റിനെയൊക്കെ ഏൽപ്പിക്കുന്ന ടൈമിന് അവർക്ക് പറ്റണ ഒരേ ഒരു മിസ്റ്റേക്ക് എന്തെന്ന് പറയുമ്പോൾ വില കുറവ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും സാധനം കിട്ടുകയാണെങ്കിൽ അത് അതേപോലെ യൂസ് ചെയ്യാമെന്ന് മാത്രമേ നോക്കുള്ളൂ. പക്ഷെ അപ്പോഴും ഫുഡിൻ്റെ ക്വാളിറ്റി അവർ ചെക്ക് ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഫാൾട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഫാൾട്ട് ഒരിക്കലും പറ്റരുത് എന്നുള്ള രീതിയിലാണ് ഈ ഫുഡ് ട്രെയിലിംഗ് നടത്തുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലീസിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തുമ്പോഴോ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഫുഡ് ട്രെയിലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം മസ്റ്റായിട്ട് ചെയ്യുക. കാരണം നമുക്ക് ആരെങ്കിലും ഫുഡ് റെഫർ ചെയ്യുമ്പോൾ അവരെ ഒരിതിലായിരിക്കും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അപ്പം അവരെ ഫുഡ് ചിലപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി കഴിച്ച് പരിചയം ഉണ്ടായിരിക്കില്ല. അപ്പം നമ്മൾ ഫുഡ് ട്രെയിൽ നടത്തുമ്പോൾ അവരെ ഫുഡ് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സ്വയം വിലയിരുത്താൻ പറ്റും. ആ വിലയിരുത്തിയതിന് ശേഷം നമുക്ക് ഫുഡ് കഴിച്ച് നമ്മുടെ ഫംഗ്ഷനും അത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ അകത്തുള്ള ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്ത് കഴുകി വന്നപ്പോൾ ഇവിടുത്തെ ഡെസേർട്ട് ഉണ്ടായിരുന്നു. ഇനി ആ ഡെസേർട്ടും കൂടെ ട്രൈ ചെയ്യാനാണ് നിൽക്കുന്നത്. 3 വെറൈറ്റി ഡെസേർട്ട് ഉണ്ടായിരുന്നു. ബ്രൗണി വിത്ത് ഐസ്ക്രീമും പിന്നെ കോക്കനട്ട് പുഡിംഗ് ഇല്ലേ, അത് വിത്ത് ഐസ്ക്രീമും പിന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്കും അതുകൂടെ ഉണ്ടായിരുന്നു. അടുത്ത് ഞാൻ ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ കാണാം. ടാറ്റാ, ബൈ ബൈ.